ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എൻ്റെ യേശുവപ്പ, ഒരു ചെറിയ കൂട്ടമായിട്ട് അപ്പൻ്റെ തൃപ്പാദത്തിൽ അടിയങ്ങൾക്ക് ഈ സന്ധ്യ നേരത്തായിരിക്കാൻ കർത്താവ് എന്ന വിലയേറിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 2-3 പേരെ യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പൊന്നു കർത്താവ്, ഞങ്ങളുടെ മധ്യേ വന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്ന അപ്പാ, സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനോടുകൂടി സകലം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇത്രയും പേരെ ഈ ആലയത്തിൽ കൂട്ടിവരുത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ആലയം ഇതിൻ്റെ പരിസരവും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ദൂതന്മാരുടെ കാവലെ തന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപകടങ്ങൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു പാൽക്കാലം കൂടെ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. കർത്താവെ, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവെ വചന കേൾവിക്കുമൊക്കെയും അവസരം ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. ബലഹീനരും പാപികളും ദോഷികളുമായ ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ മുറുകെ പറ്റുന്ന അനേക പാപ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. കർത്താവെ, വചന കേൾവി കർത്താവെ ഞങ്ങളെ ഒരു വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന അനേക പാപങ്ങൾ കർത്താവെ ഞങ്ങൾ അറിയാതെയും ചെയ്തു പോകുന്നുകൊണ്ട് കർത്താവെ, കാൽവരി ക്രൂശിൽ അടിയങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അവസാന തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് ആ രക്തത്താൽ അടിയങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരുത്ത ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ രക്തത്താൽ അടിയങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടെടുപ്പ് വില ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ പല ആവശ്യഭാരങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനായ കർത്താവെ, ഹൃദയ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്നവനായ കർത്താവെ, അടിയനൊന്നും അറിയാൻ മേലെ എല്ലാം അറിയുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു, സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം. വചനം പറയുന്നതിൻ്റെ ദാസനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം പറയുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓൺലൈനിൽ ശ്രമിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഇന്നത്തെ വചന കേൾവി അനുഗ്രഹപ്രദമാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും വരുവാനുള്ളവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യാത്രാമധ്യയായിരിക്കുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരും തക്ക സമയത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലമാനവും മഹത്വം യേശുവിനെ സകലവും ജീവൻ വെച്ച് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കരങ്ങൾ സ്തോത്രം ചെയ്യാം. 140 പാട്ട്. 140. കൊടുങ്കാറ്റടിച്ചു അലയുയരും വൻസാഗരത്തിനലകളിൽ മേൽ വരും ജീവിതത്തിൻ പാടകിലാവൻ വരും ശാന്തി നാമജനങ്ങളാം വരും ജീവിതത്തിൻ പാടകിലാവൻ വരും ശാന്തി നാമജനങ്ങളാം. ഇമ്പം 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 ഇനി എന്നോ ഇമ്പമേ ജീവിതത്തിൻ ഔവേൽക്കാറ്റുന്നാളുകൾ. ആഹാ ഇമ്പം 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 ഇനി എന്നോ ഇമ്പമേ ജീവിതത്തിൻ ഔവേൽക്കാറ്റുന്നാളുകൾ. നിങ്ങൾ മാറുകയിൽ
പ്രാപിച്ചു. ആഹാ ഇമ്പം 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 ഇനിയുന്നു ഇമ്പമേ എൻ ജീവിതത്തിൽ നവ്വേകാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനിയുന്നു ഇമ്പമേ എൻ ജീവിതത്തിൽ നവ്വേകാൻ വന്ന നാൾ മുതൽ. ആരും വേദമെന്നു ആരുടെ ആരും വേദമതിയടുത്തൊരു നാൾ. ആരും വേദമെന്നു ആരുടെ ആരും വേദമതിയടുത്തൊരു നാൾ. പരിശോവേറും പീഡങ്ങളെ തിരുസേവനായി തികച്ചവർക്കായി. പരിശോവേറും പീഡങ്ങളെ തിരുസേവനായി തികച്ചവർക്കായി. ഇമ്പം 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 ഇനിയുന്നു ഇമ്പമേ എൻ ജീവിതത്തിൽ നവ്വേകാൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനിയുന്നു ഇമ്പമേ എൻ ജീവിതത്തിൽ നവ്വേകാൻ വന്ന നാൾ മുതൽ. 147. എന്തൊക്കുസുനാളിൽ മുൻമഴ വീഴ്ച പരമപിതാവേ മുൻമഴ നൽകാം. എന്തൊക്കുസുനാളിൽ മുൻമഴ വീഴ്ച പരമപിതാവേ മുൻമഴ നൽകാം. പിന്മഴ നൽകേണം മാലിന്യം മറേണം നിന്റെ
ഒന്നിടുവിൻ യേശുവാദം ചേർന്നിടുവിൻ പാപത്തെ വിട്ടോടിടുവിൻ വന്നിടുവിൻ യേശുവാദം ചേർന്നിടുവിൻ പാപത്തെ വിട്ടോടിടുവിൻ ആരും ും
ഉരച്ചു യേശു വന്നിടുവേ യേശുവാകും ചേർന്നിടുവേ പാവത്തെ വിട്ടോടിടുവേ വന്നിടുവേ യേശുവാകും ചേർന്നിടുവേ പാവത്തെ വിട്ടോടിടുവേ. അത്ഭുതങ്ങൾ നാം വരുമ്പോൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാരിക്കുന്നു 10 യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നുണ്ട്, കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നുണ്ട്. ദുഷ്ടൻ തന്റെ മനോഹരത്തെ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ തേച്ച് ചിന്തിക്കുന്നു. അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു, നിന്റെ ന്യായവിധികൾ അവൻ കാണാത്തവനും ഉയരമുള്ളവ. എന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. അവന്റെ വായി ശാപവും രാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു, അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിലെന്ന പോലെ അവൻ മറുപടത്തിൽ പതുങ്ങുന്നു. എളിവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു, എളിവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നു, അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു, അവൻ ഒരു നാളും കാണുകയില്ലെന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നു എന്തിനാണ്? ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ, ദോഷിയുടെ ദുഷ്ടത ഇല്ലാതാവുമ്പോഴും അതിന് പ്രതികാരം ചെയ്യണമേ. ഭൂമിയിലുള്ള മർത്യന് നീ ഭയപ്പെടാതിരിക്കാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് വായിച്ച സങ്കീർത്തനത്തിലെ അവസാനത്തെ യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ ദൈവം ഉറപ്പിക്കുകയും ദൈവം തൻ്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യും. ദുഷ്ടനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 6-ാം വാക്യത്തിൽ ദുഷ്ടൻ പറയുകയാണ്, ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല എന്ന് അവർ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ശരിയാണ്, അവരുടെ ജീവിതകാലത്തിൽ അവർ കുലുങ്ങത്തേയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയില്ല. നമുക്ക് 73-ാം സങ്കീർത്തനം നമുക്കറിയാവുന്നത് കൊണ്ടറിയാം. കാര്യം അവർ നിത്യസ്വസ്ഥത അനുഭവിച്ച് സമ്പത്തിങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. അവർ മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. അവർ ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴേക്ക് ആസാഫ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഇതെന്താണ് ഇങ്ങനെയൊക്കെ? ഞാൻ 73:13 എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമല്ല. ആസാഫിന് സങ്കടം വരികയാണ്. മറ്റുള്ളവരെ പോലെയൊന്നും അല്ലല്ലോ ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെയൊക്കെ കഴുകി. ഇപ്പം നമ്മൾ പറയുന്ന പോലെ, എൻ്റെ കർത്താവേ, ഞങ്ങൾ എല്ലാ കൂട്ടായ്മയിലും പുതിയ നിയമ മധ്യസ്ഥൻ്റെ അടുക്കൽ വരികയും സംസാരിച്ച രക്തത്തിനാൽ കഴുകുകൾ പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ കർത്താവേ.
എന്നിട്ടും 14-ാം വാക്യത്തിൽ ഞാൻ ഇടപെടാതെ ബാധിതനായി ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടു. അപ്പോഴാണ് ആസാഫ് എന്ത് ചെയ്തത്? ഈ ദുഷ്ടന്മാരുടെ അന്തം എന്താകുമെന്നറിയാൻ വേണ്ടിയിട്ട് ദൈവത്തോട് ചോദിപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പം ദൈവം ആസാഫിന് മറുപടി കൊടുക്കുകയാണ്. ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരിച്ചുകളാൽ അശേഷം മുടിഞ്ഞുപോയി. അവസാനമാണ് അവർക്കുള്ള ന്യായവിധി വെച്ചിരിക്കുന്നത്. ധനവാൻ ലാസർ ഭൂമിയിലെ ധനവാനെ നമുക്കറിയാം. മരിക്കുന്നിടം വരെ അടിപൊളി ജീവിതമായിരുന്നു. പുള്ളി വിചാരിച്ചു ദൈവം പുള്ളിയെ അങ്ങ് വാരിക്കോരി അനുഗ്രഹിച്ചതാണെന്ന് പുള്ളി അങ്ങ് വിചാരിച്ചു. പക്ഷെങ്കിൽ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതെയായിപ്പോയി. ഇന്ന് ഇവിടെ ചുമറ്റാൻ പാടിയപ്പോഴൊക്കെയും ആ നിത്യജീവനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പാണ്. കാര്യം വചനം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ഇപ്പോൾ മോനാച്ചൻ വീണതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബിച്ചൻ വന്ന് ജിബിച്ചനും വീണ കാര്യം പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വീഴ്ചകളുണ്ട്. അപ്പം ഇനിയിപ്പോൾ നിങ്ങളിനി എണ്ണുമായിരിക്കും, ഞാനിപ്പോൾ എത്ര പ്രാവശ്യമായി വീഴ്ച, ഇനി എത്രയും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെയൊന്നും നോക്കണ്ട. അവിടെ ഉറപ്പാണ് തരുന്നത്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. ഇപ്പോൾ മോനാച്ചൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, പണ്ട് ഒരാൾ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാര്യ അടുക്കളയിൽ അദ്ദേഹത്തിൻ്റെ ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ കിടക്കുന്ന കട്ടിലിനടുത്ത് തന്നെ പാൻറ് ഇങ്ങനെ ഇടുന്ന വഴിക്ക് കാലിട്ട വഴി ഒരു കാല് ആ പാൻറ്റിൻ്റെ ഇതിനകത്ത് കയറാതെ വന്നപ്പോഴേക്ക് കാല് തെന്നിയിട്ട് പുറങ്ങ് അടിച്ചു. കട്ടിലിൻ്റെ വരിപ്പിലോട്ട് അടിച്ചു, സ്പോട്ടി പിടിച്ചു. ഭാര്യ വരുമ്പം തേണ്ട ചേട്ടാ നീ ഒരുങ്ങിയില്ല, എന്നാൽ ചോറ് കൊണ്ടുപോകണം പറഞ്ഞപ്പം പുള്ളി മരിച്ചു കിടക്കും ഒറ്റ സെക്കൻഡ്. അപ്പം മോനാച്ചനും ജിബിച്ചനൊക്കെ ഓർത്ത് നോക്കി, എത്രയെത്ര വീഴ്ചകൾ, എത്രയെത്ര അപകടങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നെങ്കിലും മരണത്തിന്മേൽ നീക്കുപോക്ക് തരുന്ന ഒരു നല്ല കർത്താവ്. കാര്യം നീ സമയത്തിന് മുന്നേ മരിക്കത്തില്ല എന്നാണ് കർത്താവിൻ്റെ വചനം, അല്ലേ? നമ്മളെ ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തുന്ന കാര്യം. നമ്മുടെ കർത്താവ് വചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി ദുഷ്ടൻ്റെ അകപ്പെടാതെ വണ്ണം കാക്കുന്ന കർത്താവ്. എന്നാൽ അനർത്ഥം വ്യസന കാരണമാകാതെ കർത്താവിൻ്റെ കരം കൂടി. വീഴ്ചയൊക്കെ ഉണ്ട്, കഷ്ടമുണ്ട്, രോഗമുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്, നഷ്ടമുണ്ട്. എന്നാലും അവിടെ എല്ലാം അവരെ പൂർണ്ണമായും വിടിവിച്ച്, അവരെ പൂർണ്ണമായും രക്ഷിച്ച്, മരണത്തിന്മേൽ നീക്കുപോക്ക് കൊടുത്ത് നമ്മളെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന കർത്താവാണ്. അപ്പം അത് സാത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വീഴുവാൻ തക്കവണ്ണം സാത്താൻ എന്നെ തള്ളിയാലും യഹോവ എന്നെ ചേർത്തു. നമ്മളെ താങ്ങുന്ന കരങ്ങൾ. ഇങ്ങനെയുള്ള വീഴ്ചകളിലൂടെയാണ് നമ്മൾ ചിലതൊക്കെ ഉറപ്പാക്കുന്നത്. അയ്യോ, നിന്റെ കാല് കല്ലിത്തട്ടി പോകാമെന്ന ദൂതന്മാരോട് കൽപ്പിക്കുന്ന ഒരു നല്ല കർത്താവ്, നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന അതേ മാറ്റമില്ലാത്ത കർത്താവായ യേശുക്രിസ്തു ഇന്നും നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മോളി ആൻറ്റി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. മോനാച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ കണ്ണിൻ്റെ താഴെയായിട്ട് അവിടെ ഇടിച്ചാണ് വീണത്. ഇനിയും അതിന് ചെറിയ പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. കരുവാളിച്ച് കിടക്കുന്നു. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ജിബിച്ചനും ചെറിയ പരുക്കുകളൊക്കെ ഉള്ളൂ എങ്കിലും ജിബിച്ചനും മോനാച്ചനും ഇന്ന് കടന്നു വരാൻ കർത്താവ് കൊടുത്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ജിബിച്ചനെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബൈജു പോരാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ചുമ നിൽക്കാതെ വന്ന് ഇന്ന് മരുന്നൊക്കെ മേടിച്ചതാണ്. അതുകൊണ്ട് ബൈജു വന്നില്ല. ബൈജുവിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ സൂസിയാൻ്റെയുടെ മൻ റെനി, അവനും തലവട്ടലാൽ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നു. അവനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ള പ്രാർത്ഥനകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, ആശയിൽ കെഞ്ചിടുന്നേ
ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. കാരുണ്യവാനും മനസ്സുള്ള ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു സന്ധ്യാസമയം കൂടി നീദാനമായി തന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ദൈവമേ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ 11-ാമത്തെ മാസം വരെ നിങ്ങളെ എത്രത്തോളം കാത്തു പരിപാലിക്കുന്ന വലിയ ദൈവോർത്ത് നിങ്ങൾ നിന്നെ സ്തുതിക്കും. താഴ്ചയിലും വീഴ്ചയിലൊക്കെയും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ഒരു ദൈവം അടികൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവൃത്തനായ യേശുവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാനടിയങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ തിരുവൻപാകെ അറിഞ്ഞറിയാതെ ചെയ്ത സകല തെറ്റുകുറ്റങ്ങളെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളുന്ന നിൻ്റെ ദയാകാശത്തോളം നിൻ്റെ വിശ്വസ്ത മേഘങ്ങളോട് എത്തുന്നതാണ് കർത്താവെ. എടിയങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയവും പരിശുദ്ധവും രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കണമേ. രക്തത്താൽ ജയം പ്രാപിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദീർഘര ഈ ആലയത്തിൻ്റെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു തൊടാതെ വണ്ണം വിഷുണ്ട ഇടപെടാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ സകല ദുഃഖങ്ങളും ഭാരങ്ങളും അറിയുന്ന ഒരു ദൈവം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരൂഢങ്ങളെ ദൂരത്തുനിന്ന് സംഗ്രഹിക്കുന്ന ഒരു ദൈവം അടിയങ്ങൾ ചിന്തിക്കുന്നത്. ആ ദൈവത്തിലാണ് നിങ്ങളുടെ പ്രത്യാശയുടെ ദിവസമേലായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഒരു നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയൊരാരും നശിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. ദൈവമേ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ പോകണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വർഗത്തിൻ്റെ കിളിവാതിൽക്കും നിനക്ക് വേണ്ടുവോളം പരിശുദ്ധാത്മാവിനെ തരാൻ വാർത്തത്തെ ചെയ്ത ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ ശക്തി അടിയങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആലയത്തിന്മേലും നിൻ്റെ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയ മക്കളെ തൃക്കരങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അവരുടെ വഴിയാത്രകളുടെ വാഹനത്തെയൊക്കെയും നീ അവിടുന്ന് കാത്തു പരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളെല്ലാം നിറഞ്ഞ ലോകജീവിതം എൻ്റെ സർവശക്തനായ ദൈവം ഇന്നുവരെ അവിടുന്ന് കാത്തു പരിപാലിച്ചു. ആ ദൈവോർത്തടികൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. മുൻചനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. ദാനമായി കൊടുത്ത മക്കളെ ദൈവമേ കൂട്ടുവദാശിയെയും കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സ്ഥാനത്തൊക്കെ ഈ വൻകവിൽ സൂക്ഷിക്കണമേ. നിൻ്റെ മകനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ പിതാവേ, ആ സൂത്രൻ്റെ ആത്മാവിനെ അടിയങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദാവീദോടത്തെ പുത്രനെ വിശ്വസിക്കുന്നതിനെ നിത്യജീവനെന്ന് അടിയങ്ങൾ അറിയുന്ന കർത്താവെ. നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി അടിയങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം കർത്താവെ. വരുവാനുള്ളവരെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവകൃപയിൽ എല്ലാ മക്കളെയും കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മൗനാച്ചനെയും ജീവിച്ചനെയും ദൃശ്യനെയും പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. ദൈവമേ, നീതിമാന്റെ അസ്ഥികൾ ഒന്നും ഒടിച്ചു പോകുകയില്ലെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ മക്കളെ അവിടുന്ന് ഇത്രത്തോളം കരിഞ്ഞതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ബലഹീനത ഉണ്ടെങ്കിലും സർവശക്തനായ ദൈവം അത് നീക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വൈദ്യുതിയോർത്ത് പ്രാർത്ഥിക്കുന്നു. ചുമയാൽ ഭാരപ്പെടുന്ന കർത്താവെ. അവിടുന്നൊക്കെ ഈ വിടുതൽ കൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവം അല്ലെങ്കിൽ കൊള്ളയിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പോൾ അനുവിനെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക് തക്കതായ തുണകളെ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ ദൈവമേ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട സകല കാര്യങ്ങളും എൻ്റെ കർത്താവ് അടിയങ്ങളെക്കാൾ മുന്നമേ അറിയുന്നു. മുന്നമേ അവൻ്റെ നീതി രാജ്യവും നീതി അന്വേഷിക്കും. അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടുമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവമേ, നിന്റെ ദുർക്കരം നീട്ടി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥിക്കുന്ന ഏഴയുടെ കുറവ് ആരുടെയും അനുഗ്രഹത്തിന് തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിൻ്റെ കൃപ അടിയങ്ങളുടെ മേൽ എപ്പോഴും പെരുകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിൻ്റെ കൃപയിൽ അടിയങ്ങളെ അത്യന്തം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒന്നിനും വീഴ്ച പ്രാപിപ്പാൻ അടിയങ്ങൾക്കില്ല കർത്താവെ. അവിടുന്ന് തന്നതല്ലാതൊന്നുമില്ല. ആ നല്ല ദൈവത്തിൽ മാത്രം പ്രത്യാശയോടെ ആയിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ പിതാവേ, അവിടുത്തെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അടിയങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണിനെ കണ്ണുനീന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു നല്ല ദൈവം അടിയങ്ങൾ കുറേനായ സ്തോത്രം. ആ പൊന്മുഖത്തേക്ക് എപ്പോഴും നോക്കി ജീവിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ദൂരത്തിന്മേൽ അധികാരമുള്ള നല്ലവനായ ദൈവമേ, അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും എൻ്റെ നാടിൽ ജോലി ചെയ്യും. സർവശക്തനായ ദൈവത്തിൻ്റെ കാവലും കരുതലും നിൻ്റെ മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. ഒരു കടന്നു പോകുന്ന വാഹനങ്ങൾ അവരുടെ സകല കാര്യത്തിന്മേലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദുഷ്ടം തൊടാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പൻ്റെ വാദവിടുത്തിരുന്ന അടിയങ്ങൾ നിലവിളിക്കും. അടിയങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഉത്തരം തരുന്ന ദൈവടിയങ്ങൾ ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിൽ മാത്രം പ്രത്യാശയോടെ അരിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ നിൻ്റെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും തന്ന കൃപയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ അടിയങ്ങളൊക്കെയും ബലഹീനരാണ്. ബലമുള്ള ദൈവത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. എൻ്റെ വചനം കേൾപ്പാനും കർത്താവെ ആർത്തിയോടെ അടിയങ്ങൾ ഇരിക്കുന്ന ദൈവമേ, അടിയങ്ങളെ സമയം ഇരുത്തി ദൈവത്തിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളുടെ മടക്കയാത്രയിൽ അപ്പൻ്റെ കാവലും കരുതലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാവുന്ന പ്രാർത്ഥന യാതനയും കേട്ട് അടിയങ്ങൾ ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വവും എൻ്റെ കർത്താവ് എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരം വന്നു. ആമേൻ. ചെറിയൊരു സാക്ഷ്യം കൃപ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജില്ലാശുപത്രിയുടെ അവിടെ ഒന്ന് വീണു. മാർക്കറ്റിൽ പോയ സമയത്ത് അന്ന് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ച് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ തലേദിവസം ഞാൻ മുണ്ടക്കയം വരെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചു പോയി. ഒരു നാളായി ഓടിക്കാതിരുന്നിട്ട് 50 കിലോമീറ്റർ പോയിട്ട് വന്നപ്പോഴത്തേന് നടുവിനൊരു പിന്നൽ പോലെ വന്നു. അപ്പോൾ ഈ ജിൻസി പറഞ്ഞു, എന്നാൽ ഏതായാലും കോട്ടയം പോവല്ലേ, ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോകാം. എനിക്കതുപോലെ മേലായിരുന്നു നിൽക്കുമ്പോൾ ഒരു പാൻറ്റിടാൻ പറ്റാത്ത പോലെ ഒരു തുണി എടുക്കാൻ പോലും എനിക്ക് വരാതെ സ്ഥിതിയിൽ ഞാൻ വണ്ടിയായിട്ട് പോയി. ഞാൻ ഓർത്ത് എങ്ങനെ പോകും, ഇരുന്നാലും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പോയി. ആശുപത്രി വരെ ഞാൻ പോകും. വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്ന വണ്ടി ഈ ഒരു ഇരുന്ന് പോകുന്ന പോലെ എനിക്ക് അത്രയ്ക്ക് മേലായിരുന്നു. ഞാൻ ആ മാമൻ മാപ്പിളക്കാരൻ്റെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഒരു വിധത്തിൽ അപ്പുറം റോഡ് ക്രോസ് ചെയ്ത് ഈ ചെറിയപ്പാഞ്ഞ് വരുന്ന വണ്ടിക്ക് ഇടപെടി അവിടെ ചെന്ന് കാശുവാറ്റി പറഞ്ഞു കുറ്റി വെക്കണമെങ്കിൽ 2 പേര് വേണം, അല്ലെങ്കിൽ പറ്റത്തില്ല. അത് കേട്ട് ഒന്നുകൂടെ വിഷാദിച്ച് ഞാൻ വെളിയിൽ വന്ന് ഈ ഇത് കിടപ്പുണ്ട് സ്ട്രെച്ചറെ ഞാനിങ്ങനെ ചാടി ഒരു ലോട്ടറിക്കാരൻ എന്നോട് ലോട്ടറി എടുക്കാവുന്നു. ഞാൻ പറഞ്ഞാൽ ലോട്ടറി എടുക്കാൻ എനിക്കൊരു വുഡ് നിൽക്കാമെന്ന് ചോദിച്ചു. ഇന്ന് കുത്തി വെക്കാനൊരു വുഡ് നിൽക്കാമെങ്കിൽ പുള്ളി ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ പുള്ളി അങ്ങ് മാറി. ഇത് പുള്ളി മാറിയ സമയം കൊണ്ട് എൻ്റെ കണ്ണിലോട്ട് അത്ര നല്ലൊരു പകൽ ഇരുട്ട് പോലെ വന്നു. ഞാൻ പറഞ്ഞ സ്ട്രെച്ചറെ പിടിച്ച് ഇങ്ങനെ ചാരി നിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും അറിയുന്നില്ല. പിന്നെ എൻ്റെ ഉടുപ്പൊക്കെ ഷർട്ടൊക്കെ തുറന്ന് അവരിങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി തുറക്കുന്നതാണ് ഞാൻ അറിയുന്നത്. സത്യത്തിൽ ഈ പാട്ടിൽ പറഞ്ഞ പോലെ കരുതുന്നവൻ ഞാനല്ലയോ കരങ്ങുന്നത് എന്തെന്ന് ചോദിച്ചോളൂ. എൻ്റെ ദൈവം, ഞാൻ ആ സ്ട്രെച്ചർ എനിക്കൊരു ദൈവം ഒരു കൈ തന്നാട്ടാണ്. ഞാൻ നിന്നത് ഇപ്പോൾ വീഴുമായിരുന്നെങ്കിൽ എൻ്റെ തടിയടിച്ച് 2 സൈഡിലും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒന്നും സഹായിക്കാൻ ആളില്ല. ആ റോഡിൽ കൂടെ പോയപ്പം വഴിയ പോക്കറുടെ ദേഹത്തോട് വേണ്ട വണ്ടി ഇരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തും സംഭവിക്കാം. എന്നാൽ ആ കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. CT സ്കാൻ എടുത്തപ്പോൾ ഒരു പൊട്ടലുണ്ട്. ആ പൊട്ടലുണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ചവയ്ക്കുമ്പോഴേക്കും ഒരു മാറ്റമുണ്ട്. പയ്യെ മാത്രം ഇന്ന് ഞാൻ ഡോക്ടറെ കണ്ടു, ദന്ത സർജനെ പോയി കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, അതും മണ്ടായിട്ട് സർജൻ അത് തന്ന് പുള്ളിയെ തന്നെ വിളിച്ചതെല്ലാം കേൾപ്പിച്ചു. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ കാണപ്പെട്ടത്. ഞാനൊന്നും അറിഞ്ഞില്ല. വീട്ടിലോട്ട് വിളിച്ച് പറയാൻ എന്നോട് ചോദിച്ചു, ഡോക്ടർമാർക്കൊന്ന് ചോദിച്ചു, ആരുടെ കൂടെ ഞാൻ ഇല്ല. അപ്പോൾ വീട്ടിലോട്ട് തന്നെ ഞാൻ തന്നെ വിളിച്ചു. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മരിയ വന്നു. അവിടുത്തെ ഒരു ബലമായി. അവിടുന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും ഞാൻ മാർക്കറ്റിൽ പോയി സാധനം എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. എൻ്റെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത കരമാണ് അവിടെ പ്രവർത്തിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ പോരുന്നില്ലെന്നൊക്കെ തോന്നുന്നു. ഇന്ന് എനിക്ക് പോകണമെന്ന് തീർച്ചയായിട്ടും തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ വന്നില്ലെങ്കിൽ ആ ദുഷ്ടനായ പിശാചിന് ജയമാണ്. അതായത് ദൈവവചനം ഞാൻ പകലെന്തിയ കടയിലും അവിടെ എല്ലാം ജോലി ചെയ്യുന്നു. എനിക്ക് 1 മണിക്കൂർ ഇവിടെ വന്നില്ലെങ്കിൽ എനിക്കതൊരു കുറവാണ്. ഇപ്പം മരിയെല്ലാം പറഞ്ഞു അച്ഛനോട് വിളിച്ച് പറയാം, വരണ്ട, ഒന്ന് പോകണ്ട. കുഞ്ഞോളാൻ്റെ വിളിച്ചപ്പോൾ എന്ത് വെച്ചെങ്ങനെയാണ് പോരുന്നത്. ഞാൻ പറഞ്ഞു പോരണമെന്ന് ആലോചിച്ചിരിക്കുന്നത്. ഞാൻ വിളിച്ചപ്പം പറയാനിത് കടയിൽ ആളാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരുണയാണ് ഇന്ന് എനിക്ക് പോകണമെന്ന് തോന്നിയത്. എനിക്ക് എന്നും വരുന്നേക്കാട്ടിലും ഒരു ഊർജ്ജം എനിക്കിന്ന് തന്നു. ഇപ്പം അച്ഛൻ്റെ പാടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ പാടിക്കോളാം, പഠിച്ചാൽ വരുമ്പോൾ ഞാൻ പാടിക്കോളാം. അപ്പോൾ ചവയ്ക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൂ. വീട്ടിലാണെങ്കിൽ ഞാൻ പാടുന്നുണ്ട്. അപ്പോൾ സാത്താനെ ജയിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് അവൻ ജയമായി. എനിക്ക് ജയമായി. സാത്താൻ ജയം എടുത്തു. എൻ്റെ കർത്താവിനെ ഞാൻ അവിടെ തള്ളുക.
അപ്പോൾ ആ ഇടിച്ചിടി ദൈവം എന്നെ താങ്ങി ഇത്രത്തോളം നടത്തുവാൻ പറ്റിയ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, പിന്നെ ഞാൻ ആർക്ക് കൊടുക്കും? അതുകൊണ്ട് ദൈവത്തിന് നന്ദി കരയെത്തിക്കൊണ്ട് ഞാൻ 100,000 നന്ദി കരയെത്തിക്കൊണ്ട് ഈ സാക്ഷ്യം നിർത്തുന്നു. നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. പാഠപുസ്തകത്തിൻ്റെ 41-ാമത്തെ സർവസൃഷ്ടികളുമായി പുകഴ്ത്തിടുന്ന എന്നാണ് പാട്ട്. പാഠപുസ്തകം 41. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്ന, സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്ന, ഈശോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ എന്നും കൂടെയുള്ളവേ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം സ്നേഹമാശ്ചര്യമേ. എന്നെങ്കിലോ എന്നകറ്റങ്ങളോ വെല്ലാകത്തിയവന്റെ സ്നേഹത്താ. എന്നെങ്കിലോ എന്നകറ്റങ്ങളോ വെല്ലാകത്തിയവന്റെ സ്നേഹത്താ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ എന്നും കൂടെയുള്ളവേ. യോഗാശ്രയയിലെനിക്ക് സഹായകൻ ജകാലഗീതവുമാവേ. യോഗാശ്രയയിലെനിക്ക് സഹായകൻ ജകാലഗീതവുമാവേ. നല്ല വൈദ്യനോ ദൈവമൗഷധവുമേ, ആത്മസാക്ഷിയുമാവൻ തന്നെ. നല്ല വൈദ്യനോ ദൈവമൗഷധവുമേ, ആത്മസാക്ഷിയുമാവൻ തന്നെ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ എന്നും കൂടെയുള്ളവേ. സിയോനിൽ വാണിടുവാനായി യേശുവിന്റെ ശ്രേഷ്ഠോപദേശം തന്നു. സിയോനിൽ വാണിടുവാനായി യേശുവിന്റെ ശ്രേഷ്ഠോപദേശം തന്നു. ഭയങ്കര അത്ഭുതം ഈ വൻതുമയെ ഓർക്കുമ്പോൾ നന്ദി വന്നെന്നുള്ളേ. ഭയങ്കര അത്ഭുതം ഈ വൻതുമയെ ഓർക്കുമ്പോൾ നന്ദി വന്നെന്നുള്ളേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ, നായകനല്ലാതെ
ജെൻസി ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഒരു രാത്രി കൂടി കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂടാൻ തന്ന കൃപയോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെയും ദൈവമേ ഇവിടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് കർത്താവെ. യേശുവെ, ഞങ്ങൾ കൂടി വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഓൺലൈനായിട്ട് കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും ഈ പറയുന്ന വചനം കർത്താവെ സാത്താൻ പറക്കിക്കൊണ്ടുപോകാൻ ദൈവമേ ഇടവരുത്താതെ കർത്താവെ അത് പ്രയോജനമായി തീരുവാനും കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുവാനും കർത്താവെ അവിടെ സഹായിക്കണമേ. നിത്യജീവന അവകാശമാക്കുവാൻ ഈ വചനം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. യേശുവെ, അവിടുന്ന് കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ ദൈവവിശ്വാസി വളരുവാനും കർത്താവ് അവിടെ ഇടയാക്കണേ കർത്താവെ. സ്തോത്രം കർത്താവെ. യേശുവെ, ഞങ്ങളുടെ ആയുസ് ആരോഗ്യം എല്ലാം അങ്ങിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ വന്നിരിക്കുന്ന ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം അങ്ങേ ഭരമേൽപ്പിക്കുകയാണ് കർത്താവെ. വചനം പറയുന്ന മോചനങ്ങളുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങൾ അങ്ങ് അവസാനം വരെ ഞങ്ങൾ ഈ വചനത്തിൽ ഊഴ്ന്ന് ജീവിക്കുവാൻ കർത്താവെ മോചനങ്ങളെ അതിന് ബലം കൊടുക്കണമേ കർത്താവെ. അനിയാൻ്റെയും കുടുംബത്തെ എല്ലാവരെയും മക്കളെയും കുഞ്ഞുമക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവെ. വീണിട്ടിരിക്കുന്ന വേദനയാൽ ഉള്ള ദാസന്മാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ചുമയാൽ ബുദ്ധിമുട്ടുന്ന വിജയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുവെ, ഞങ്ങളെ വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുവെ സ്തോത്രം. ഈ കൂട്ടായ്മ നല്ലൊരു ഇതായിട്ട് പോകാൻ ദൈവമേ അവൻ സഹായിക്കണമേ കർത്താവെ. യേശുവെ, സർവ്വേശ്വരന്റെ നാമത്തിൽ തന്നെ ആമേൻ. 225 പാട്ട് 12 ഈരടി പാടം. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. ആ വാക്യം ഈ മരണമേ നിന്റെ ജയമെവിടെ അല്ലെ. 1 കൊരിന്തി 15:56. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിവനായ പ്രമാണം. എന്നിട്ട് പറയണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ കഴിയുമ്പോൾ പറയുന്ന വാക്കാണെങ്കിൽ പോലും നമുക്ക് ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷവും നമുക്ക് ജയം നൽകുന്ന യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്നത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന സ്വർഗീയ പിതാവേ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമുക്ക് ഇതിനകത്ത് പാട്ടിനകത്ത് ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എത്തും പുതുക്കി. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം. എന്തെങ്കിലും സംഭവിച്ചാലൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ലേ, മരണം സംഭവിച്ചാൽ സംഭവിക്കുന്നത് ആ വീട് ഇല്ലേ ഒരു വിലാപ ഭവനമായി മാറേണ്ടടുത്ത് ഞാൻ മോനത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ തിരിച്ച് ഓട്ടോയും എടുത്ത് ചന്തയിലും കയറി കാര്യങ്ങളെല്ലാം ഒന്നും മുടക്കം വരാതെ
നടത്തിയിട്ടാണ് പോയത്. അങ്ങനെ കർത്താവ് ഒരു നന്മയും മുടക്കാതെ നടത്തുന്ന നല്ല കർത്താവ്. നമുക്ക് ഈ ഒന്ന് രണ്ട് ഇരട്ടി പാടാം. പാതാളമേ മരണമേ നിന്നോട് ജയമേവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടവൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ മരണമേ നിന്നോട് ജയമേവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടവൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. ഭീകരമായ